അവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെക്കൻഡറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ജോമെട്രിക് പ്രോഗ്രഷനിലെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം ഇന്നലെ നടന്ന പരീക്ഷയിൽ പോലും എസ്ഐയുടെ പരീക്ഷയിൽ പോലും ജി പിയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ടുള്ള ഏതൊരു ഡിഗ്രി ലെവൽ പരീക്ഷ എടുത്ത് നോക്കിയാലും അവിടെയും ജി പി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് മാത്സിൽ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഡിഗ്രി ലെവൽ മെയിൻ എക്സാമിൽ ചോദിച്ചിരിക്കുന്ന മാത്സിലെ ഒരു ചോദ്യമാണ്. തന്നിരിക്കുന്ന ചോദ്യം, ദ ഫിഫ്ത്ത് ടേം ആൻഡ് ദ എയ്ത്ത് ടേം ഓഫ് എ ജോമെട്രിക് പ്രോഗ്രഷൻ ആർ 27 ആൻഡ് 729 റെസ്പെക്റ്റീവ്ലി, വാട്ട് ഈസ് ഇറ്റ്സ് 11th ടേം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് അഞ്ചാമത്തെ ടേം തന്നിട്ടുണ്ട്, എട്ടാമത്തെ ടേം തന്നിട്ടുണ്ട്. അത് 27ഉം 79ഉമാണ് 729 യഥാക്രമം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ ജി പിയിലെ 11ാമത്തെ ടേമാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഒരു ജി പിയിലെ എണ്ണാമതം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് a×r⁻n−1 എന്ന് പറയുന്ന സൂത്രവാക്യമാണ്. ഇവിടെ നമ്മുടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യപ്രകാരം നമ്മുടെ അഞ്ചാം പദം എന്ന് പറയുന്നത് a×r⁴ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ചോദ്യത്തിലെ എട്ടാം പദം എന്ന് പറയുന്നത് a×r⁷ ആയിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ a×r⁷ വാല്യൂ ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 27 എന്നും, a×r⁷ വാല്യൂ ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 729 തന്നിട്ടുണ്ട്. അതായത് നമുക്കിവിടെ അഞ്ചാം പദം തന്നിട്ടുണ്ട് 27, അതേപോലെ തന്നെ എട്ടാം പദവും തന്നിട്ടുണ്ട് 729. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 11ാം പദമാണ്. 11ാം എന്റെ വാല്യൂ ആറിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, 11ാം പദം കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ വാല്യൂയിലേക്ക് എത്തിച്ചേരുക എന്ന്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിലെ എട്ടാം പദവും അതേപോലെ തന്നെ നമ്മുടെ ഈ തന്നിരിക്കുന്ന അഞ്ചാമത്തെ പദവും അങ്ങോട്ട് ഹരിക്കുന്നു. അതായത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും a×r⁷ ഡിവൈഡ് ബൈ a×r⁴ ചെയ്ത് കഴിഞ്ഞാൽ 729 ഡിവൈഡ് ബൈ 27 നമുക്ക് ഓൾറെഡി നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ T8/T5 അതെന്താണ്, a×r⁷ ഡിവൈഡ് ബൈ a×r⁴ ഈസ് ഈക്വൽ ടു 7. എയും നമ്മൾ r⁷ ഡിവൈഡ് ബൈ r⁴ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, r⁷ 4 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ r⁵ എന്ന് വരും. ഇവിടെ 729 ഡിവൈഡ് ബൈ 27 അത് അതുപോലെ തന്നെ വെക്കുക, 729 ഡിവൈഡ് ബൈ 27. ഇത് നമ്മൾ ഇതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക. അപ്പോൾ r³ എന്നത് ആണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന 729 ഡിവൈഡ് ബൈ 27 എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ക്യൂബ് റൂട്ട് എടുക്കുക. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 729 ഡിവൈഡഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് 27 ആണ് എന്തെന്ന് പറയുന്നത്, 6 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, 729 ക്യൂബ് റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 9 ആണ് കിട്ടുന്നത് അല്ലേ. 9 എത്രയാണ്, 729. അപ്പോൾ നമുക്കിവിടെ 9 കിട്ടും. ഇനി 27 ക്യൂബ് റൂട്ട് എടുത്താൽ 3 ആണ് കിട്ടുക. 3 × 3 × 3 27. ഇനി 9/3 ചെയ്താൽ നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ആറിൻ്റെ വാല്യൂ നമുക്ക് ലഭിച്ചു. എന്താണ്, 3 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആറിൻ്റെ വാല്യൂ എന്ത് കിട്ടി, 3 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്റെ വാല്യൂ വേണമെങ്കിൽ കണ്ടുപിടിക്കാം എന്ന് ഞാൻ പറഞ്ഞത്, എന്റെ വാല്യൂ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ, ഇപ്പോൾ T5ന്റെ ആ ഒരു ഇക്വേഷൻ a×r⁴ ഈസ് ഈക്വൽ ടു 27 എന്ന് പറയുന്ന ഇക്വേഷനിൽ ആറിൻ്റെ സ്ഥാനത്ത് 3ന്റെ വാല്യൂ ഞാൻ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് a×r⁻10 എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊണ്ടുപോയി എന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഒരു PSC പരീക്ഷയ്ക്ക് പ്രത്യേകിച്ചും ഡിഗ്രി മെയിൻ എക്സാമിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷാ പേപ്പറിൽ മാത്സിലെ എല്ലാ ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന 100 ചോദ്യങ്ങളിലൂടെ കടന്നു പോകാൻ സമയം കിട്ടുന്നുണ്ടാവില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയൊരു ലോജിക്ക് നമ്മൾ ഉപയോഗിക്കണം. എന്താണ് നമ്മുടെ ലോജിക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ a×r⁻10 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. a×r⁻10 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കൈവശം a×r⁷ നമ്മുടെ കൈവശമുണ്ട്. എന്താണ്, എട്ടാം പദമാണ്. അതേ ഒരു r³ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, a×r⁷ 7+3 a×r⁻10 കിട്ടത്തില്ലേ. അതായത് എട്ടാം പദം ഗുണിക്കണം r³ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 10ാം പദം, അതായത് 11ാം പദം കിട്ടും. എന്ത് കിട്ടും, 11ാം പദം കിട്ടും. a×r⁻10 എന്ന് പറഞ്ഞാൽ എന്താ, 11ാം പദമാണ്. അപ്പോൾ a×r⁷ വാല്യൂ ഓൾറെഡി നമ്മുടെ കൈവശമുണ്ട്. എത്രയാണോ, 729. r³ എന്ന് പറയുമ്പോൾ എത്രയാ, 3 ആണ് നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടിയത് അല്ലേ. ആറിൻ്റെ വാല്യൂ 3 ആണ്. 3ന്റെ ക്യൂബ് എടുത്താൽ 27 കിട്ടും. അപ്പോൾ നമ്മൾ 729 × 27 ഇനി ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ പോകാൻ പാടില്ല. എന്തുകൊണ്ടാണ്, ഇതൊരു പരീക്ഷയാണ്, ഡിഗ്രി ലെവൽ എക്സാമാണ്, നമുക്ക് മാക്സിമം ചോദ്യങ്ങൾ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ ലോജിക് ഉപയോഗിക്കും, 7 × 9 ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ 3 കിട്ടും. അതായത് ഈ ഒരു തുകയുടെ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഫലത്തിൻ്റെ അവസാനത്തെ ഡിജിറ്റ് 3 ആയിരിക്കും.
അങ്ങനെയുള്ള ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ ഒന്നേ ഉള്ളൂ, ഓപ്ഷൻ എ ആണ്. ഡയറക്റ്റ് പി എസ് സിയുടെ ചോദ്യമാണ്, പി എസ് സി തന്നിരിക്കുന്ന ചോദ്യമാണ്. അവസാനത്തെ ഡിജിറ്റ് 3 വരുന്ന ഒറ്റൊരു ഓപ്ഷൻ, അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ പരീക്ഷാ ഹാളിൽ നമ്മൾ പോയി ഇരിക്കുമ്പോൾ ഈ ഒരു രീതിയിലൂടെ കടന്നു പോകണമെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്ന് ചെയ്ത് ശീലിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഗുണിക്കാനും കൂട്ടാനൊക്കെ കുറേ നിന്ന് കഴിഞ്ഞാൽ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ പരീക്ഷയിൽ നമുക്കറിയാം ഡിഗ്രി ലെവലാണ്, അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലൂടെയൊക്കെ ഒന്ന് പോയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മളുടെ ജി പി യുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് പരിചയപ്പെടുത്തിയത്. ജി പി യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും പി എസ് സി ചോദിക്കുന്നുണ്ട് നമ്മുടെ ഡിഗ്രി മെയിൻ എക്സാമിന്. അപ്പോൾ അതിൽ ഇന്നലത്തെ എസ് ഐ പരീക്ഷയിൽ ചോദ്യമുണ്ട്. അപ്പോൾ ആ ചോദ്യം കൂടി ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ വരുന്ന ദിവസങ്ങൾ ആ ചോദ്യം പരിചയപ്പെടുത്താം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യമാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ചോദ്യമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.